കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറ നൽകിയ സഖാവ് പി കൃഷ്ണപിള്ളിയുടെ ഓർമ്മ ദിവസമായ ഇന്ന് തിരുവനന്തപുരം MN സ്മാരകത്തിൽ പുഷ്പാർച്ചനയും പതാകയും ഉയർത്തി. മുൻ MPയും ദേശീയ കൗൺസിൽ അംഗവുമായ പന്നിൻ രവീന്ദ്രനും KE ഇസ്മയിലും കൃഷ്ണപിള്ളിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. സഖാവ് പി കൃഷ്ണപിള്ളിയുടെ ഓർമ്മ ദിനമാണിന്ന്. 1948 അദ്ദേഹം നമ്മെ വിട്ടുവരുന്നത്. 39 തലശ്ശേരിയിലെ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപീകരിക്കുന്നതിന് ഒരുപാട് പരിശ്രമം നടത്തി രൂപീകരണം വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാട്ടിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ച് ഒരുപാട് യാതനയും വേദനയും അനുഭവിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് കൃഷ്ണപിള്ള. അദ്ദേഹമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയുണ്ടാക്കിയത്. അന്ന് 100ഓളം പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ പ്രസ്ഥാനം കേരളത്തിലെ വലിയ പ്രസ്ഥാനമായി വളർന്നു. കേരളത്തിൽ 57 ആദ്യമായി അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരിക്കലും മറക്കാനാവാത്ത സഖാവ്, അതാണ് പ്രിയ സഖാവ് പി കൃഷ്ണപിള്ള. അദ്ദേഹം അവസാനമായി പറഞ്ഞത് സഖാക്കളെ മുന്നോട്ട് എന്നാണ്. ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്, വലിയ വ്യാപ്തിയുണ്ട്. ആ വാക്ക് എന്നും ചലനാത്മകമായൊരു വാക്കാണ്. സഖാവ് കൃഷ്ണപിള്ളിയുടെ ഓർമ്മ തുടിക്കുന്ന ഈ വർഷം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ വെച്ച് ചേരുക. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് എല്ലാ പാർട്ടി ഓഫീസുകളിലും പതാക ഉയർത്തുകയാണ്. ചുവന്ന പതാക, ചോരച്ചെങ്കൊടി. കമ്മ്യൂണിസ്റ്റുകാർക്കെന്നും മനസ്സിനകത്ത് വിപ്ലവാവേശം സൃഷ്ടിക്കുന്ന ആ പതാക ഉയർത്തുന്ന ദിനമാണ് ഇന്ന്.